എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതൊരു കസ്റ്റേർഡ് ചെയ്താലോ? ഒരു കുട്ടികൾ സ്കൂളിൽ നിന്ന് വരാൻ നേരമായി, ഇന്ന് എന്ത് കൊടുക്കും എന്ന ചോദ്യത്തിന് ഒരു ദിവസത്തേക്കുള്ള ഫുൾ സ്റ്റോപ്പ്. വളരെ ടേസ്റ്റിയും അതേസമയം 2 മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു റെസിപ്പിയാണിത്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഇതിലേക്ക് 2.5 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാനൊരു ചെറിയ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് ഞാൻ നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡർ ആദ്യമേ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ചൂടായ പാലിലേക്ക് ഇത് ചേർക്കുമ്പോൾ കട്ടകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 3 കപ്പ് പാല് ഒഴിച്ചു. ഇതിലേക്ക് 5 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി ഇതിന് തിളയ്ക്കാൻ വിടുക. അപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി കുറുകി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ്, എന്ത് ഫ്രൂട്ട്സാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ആപ്പിളും പഴവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആപ്പിളും പഴവും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റർഡ് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യാം. കസ്റ്റർഡ് തണുത്തിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ട്സ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് 2 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നാളത്തെ 4 മണി പലഹാരം ഇതല്ലേ. ഈ കസ്റ്റർഡ് പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും ഒരു വീഡിയോയുമായി പെട്ടെന്ന് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.